2020 അങ്ങനെ വൻ വോട്ട് കുതിച്ചുചാട്ടമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണ് തൃപ്പൂണിത്തുറ. ഇത്തവണ അവിടെ സ്വരാജ് ആയിരുന്നു മത്സരിച്ചെങ്കിൽ യഥാർത്ഥത്തിൽ വലിയൊരു മത്സരമാവുകയും അത് തിരിച്ചുപിടിക്കുകയും ചെയ്യുമായിരുന്നു. BJP-ക്കാർക്ക് വലിയ നിരാശയുണ്ടാക്കിയ സംഭവമായിരുന്നു അവിടെ താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയില്ല എന്നുള്ളത്. ഇത്തവണ അതിന് ഉണ്ണികൃഷ്ണൻ അത് വലിയ ഉപകാരമാവും എന്നുള്ളത് തന്നെയാണ് നമ്മളിൽ കാണുന്നത്. CPM ജില്ലാ കമ്മിറ്റി പോലും രാജീവിന് അനുകൂലമായ ഒരു ട്രെൻഡ് അവിടെ ഉണ്ടായിട്ടില്ല എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. സതീശൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും പറഞ്ഞത് സതീശൻ തോറ്റു എന്ന് പറയും. പക്ഷേ സതീശൻ ജയിച്ചു വരുന്ന കാഴ്ചയുണ്ട്. അപ്പോൾ സതീശന് ഇവിടെ എല്ലാം ജയിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഏതെങ്കിലും സ്ഥലത്ത് തോൽക്കുമെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. രാജേട്ടാ, നമ്മളിപ്പോൾ കണക്കുകളെടുത്ത് വീണ്ടും പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ എറണാകുളത്ത് 14 സീറ്റുകളും UDF നേടുമെന്നുള്ളതാണ് VD സതീശൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LDF-ന് വലിയധികം നഷ്ടം സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എറണാകുളത്ത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഇപ്പോൾ ഒരു പക്ഷേ കുന്നത്തുനാട് LDF-ന് നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ തൃപ്പൂണിത്തുറ തിരിച്ചു പിടിക്കുന്നതോടുകൂടി അത് ബാലൻസ് ചെയ്യപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. വൈപ്പിൻ അതേ രീതിയിൽ തന്നെ നിലനിൽക്കാൻ സാധ്യതകളാണുള്ളത്. കോതമംഗലത്തിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അതിനിടയിൽ ഈ പറഞ്ഞ കളമശ്ശേരിയോ കൊച്ചിക്ക് യാതൊരു തരത്തിലുള്ള അനക്കവും തട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ കുന്നത്തുനാട് ചില അപകടങ്ങളുണ്ട്. പക്ഷേ കുന്നത്തുനാട് നഷ്ടപ്പെടുന്ന സമയത്തും തൃപ്പൂണിത്തുറ തിരിച്ചു പിടിക്കാം എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു? സിബി പറഞ്ഞതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. കാരണം ഈ 2020 എന്തുകൊണ്ടാണ് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ്. തൃപ്പൂണിത്തുറ തിരിച്ചു പിടിക്കും എന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ തവണ കെ ബാബുവും എം സ്വരാജും തമ്മിലായിരുന്നു മത്സരം. അതിന് മുന്നത്തെ തവണ ഇവർ തമ്മിൽ മത്സരിക്കുകയും കെ ബാബു പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് കെ ബാബു തന്നെ മത്സരിച്ച് തിരിച്ചു പിടിക്കുന്നു. ഇത്തവണ അവിടെ സ്വരാജ് ആയിരുന്നു മത്സരിച്ചെങ്കിൽ യഥാർത്ഥത്തിൽ വലിയൊരു മത്സരമാവുകയും അത് തിരിച്ചു പിടിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു സാഹചര്യമാണ് CPM കളഞ്ഞത്. കാരണം വൈപ്പിൻ MLA ആയിരുന്നു ഉണ്ണികൃഷ്ണനെ നേരെ തൃപ്പൂണിത്തുറ തിരിച്ചു പിടിക്കാൻ വേണ്ടി നിയോഗിക്കുന്നു. ജയസാധ്യത വളരെ കുറഞ്ഞു എന്നുള്ളത് തന്നെ നമുക്കതിൽ ഒറ്റയടിക്ക് കാണുന്നത്. പക്ഷേ അവിടെ BJP-ക്ക് നല്ല വോട്ട് ഷെയറുള്ള സ്ഥലമാണ്. പരമ്പരാഗതമായ BJP-ക്കാരുള്ള സ്ഥലമാണ്. താമര ചിഹ്നത്തിൽ പല പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ മത്സരിച്ച് അവിടെ വോട്ട് ഷെയറുകൾ കൂട്ടിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണ്. പക്ഷെ അവിടെ ഇത്തവണ താമര ചിഹ്നത്തിൽ ആരും മത്സരിക്കുന്നില്ല. ഇതാണ് ഉണ്ണികൃഷ്ണന് അവിടെയുള്ള ഒരു വിജയസാധ്യത. ഇതൊരു തരം ഡീലാണ് എന്നുള്ള രീതിയിൽ കോൺഗ്രസ് നിരന്തരമായി ആരോപണം ഉന്നയിച്ചത്. ഈ ഇലക്ഷൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്ന് ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ BJP തമ്മിലുണ്ടാക്കിയ ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ് BJP അവിടെ സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന് തീരുമാനിക്കാനും അത് ഘടകകക്ഷിയായ 2020 കൊടുക്കാൻ തീരുമാനിച്ചു. 2020 അങ്ങനെ വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമൊന്നുമല്ല. എങ്കിൽ പോലും കുറച്ച് പരിസര പ്രദേശങ്ങളിലൊക്കെ കുറച്ച് വോട്ടർമാരൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ പോലും 2020 അങ്ങനെ വൻ വോട്ട് കുതിച്ചുചാട്ടമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണ് തൃപ്പൂണിത്തുറ. മാത്രമല്ല തൃപ്പൂണിത്തുറ ഇത്തവണയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തായിരുന്ന തൃപ്പൂണിത്തുറ നഗരസഭ ഇത്തവണ അവർ ഭരണത്തിലേക്ക് വന്ന ഒരു പ്രത്യേകത കൂടെയുണ്ട്. അതൊക്കെ വെച്ച് വലിയ ആവേശത്തിലിരുന്ന BJP-ക്കാർക്ക് വലിയ നിരാശയുണ്ടാക്കിയ സംഭവമായിരുന്നു അവിടെ താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയില്ല എന്നുള്ളത്. ഇത്തവണ അതിന് ഉണ്ണികൃഷ്ണൻ അത് വലിയ ഉപകാരമാവും എന്നുള്ളത് തന്നെയാണ് നമ്മളിൽ കാണുന്നത്. അതുപോലെ തന്നെ വൈപ്പിനിൽ കഴിഞ്ഞ തവണ 2020 വേറെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഇത്തവണ അവിടെ 2020 സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ പോലും അത് 2020 എന്ന് പറഞ്ഞല്ല BJP-യും കൂടി ചേർന്നുകൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം BJP ഉണ്ടായിരുന്നു, LDF, UDF, BJP പോരാത്തൊരു 2020 ഉണ്ടായി. 2020 നല്ല വോട്ട് പിടിച്ചൊരു സ്ഥലം കൂടിയായിരുന്നു. വൈപ്പിൽ 20,000 ഇല്ല, അതിൽ കുറച്ചേ ഉള്ളൂ. എങ്കിൽ പോലും ഉണ്ണികൃഷ്ണൻ ജയിച്ചത് 5000 സംതിങ് വോട്ടിനാണ് ഉണ്ണികൃഷ്ണൻ അന്ന് ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈപ്പിനിൽ ഇത്തവണ 2020യും കൂടി മത്സരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെയും CPM-ന്റെ സ്ഥാനാർത്ഥി തോറ്റുവാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അവർ സഹായിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അവിടെ BJP-ക്ക് ഇത്തവണ താമര ചിഹ്നത്തിൽ അവിടെ സ്ഥാനാർത്ഥിയില്ല. ഈ രണ്ട് സ്ഥലങ്ങളിലും LDF-ന് അനുകൂലമാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും തൃപ്പൂണിത്തുറയിൽ കെ ബാബു മത്സരിക്കുന്നില്ല എന്നുള്ളതാണല്ലോ. 4 നൂറ്റാണ്ട് കാലത്തിന് ശേഷം കെ ബാബു മത്സരിക്കാത്തൊരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. പക്ഷേ ബാബു വളരെ സജീവമായിട്ടുണ്ടായിരുന്നു ദീപക് ചോയ്ക്ക് വേണ്ടിയിട്ട്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകൾ കയറാനും അതുപോലെ തന്നെ കൃത്യമായി എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പ്രസംഗിക്കാനും ഒക്കെ ഈ വോട്ട് ക്യാമ്പയിനറായിട്ട് ഏറ്റവും ശക്തനായിട്ട് ബാബു മത്സരിക്കുന്നത് പോലെ തന്നെ കെ ബാബു അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളതിനെ തള്ളിക്കളയാൻ പറ്റില്ല. ബാബുവിൻ്റെ സാന്നിധ്യം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ദീപക് ചോയ്ക്ക് വലിയ തിരിച്ചടി കിട്ടിയേനെ. BJP ഡീൽ കൃത്യമായി നടന്നില്ലെങ്കിൽ
ഉറപ്പായും അവിടെ ദീപക് ജയിക്കും എന്ന് തന്നെ നമ്മൾ കാണും. നമ്മൾ അവിടെ നിന്ന് കോതമംഗലത്തേക്ക് വരുന്ന കോതമംഗലത്ത് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. കോതമംഗലം ഇത്തവണ അദ്ദേഹത്തിനെ നിലനിർത്തുമെന്ന് തന്നെ കാണേണ്ടത്. കാരണം അവിടെ അങ്ങനെ ശക്തനായ ഒരു എതിരാളി ആയിരുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ. അതിനിടയിൽ വേറൊരു വസ്തുത കൂടിയുണ്ട്. കാരണം പെരുമ്പാവൂർ സീറ്റിൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസ് എം ആണ്. അതായത് അവസാന നിമിഷം DCC സെക്രട്ടറി ആയിരുന്ന ബേസിൽ ജോസഫ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടാണ് അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ബേസിൽ ജോസഫ് ഏതെങ്കിലും തരത്തിൽ പെരുമ്പാവൂര് സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ടോ? രണ്ട് ഘടകങ്ങൾ കൂടി എന്നത് പറഞ്ഞു പോകേണ്ടതുണ്ട്. നമ്മളതിനത് സമുദായം പറഞ്ഞു എന്ന് പറയരുത്. പക്ഷേ സീറോ മലബാർ സഭയുടെ ഭാഗമായിട്ടുള്ള ആളാണ് ഈ മനോജ് മൂത്തേടൻ. എന്നാൽ പെരുമ്പാവൂർ മേഖലയിൽ കൂടുതലായിട്ടുള്ളത് ജാക്കോബൈറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു ജാക്കോബൈറ്റ് സമുദായത്തിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ഈ ബേസിൽ ജോസഫ് എന്ന് പറയുമ്പോൾ. അതുകൂടാതെ മറ്റൊരു ജാക്കോബൈറ്റുകാരനായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിക്കാണ് അവിടെ സീറ്റ് നിഷേധിക്കുകയും ചെയ്തത്. കാരണം PK ശശി പോലും ഒറ്റപ്പാലത്ത് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്താണ് ഇവിടെ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിക്കുന്നത്. സഭയുടെ പരിപൂർണമായൊരു പിന്തുണ ഉള്ള ഒരു വ്യക്തിയായിരുന്നു എൽദോസ് കുന്നപ്പള്ളി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിച്ചതും മറ്റൊരു സഭാ സമുദായ അംഗത്തെ അവിടെ മത്സരിപ്പിക്കുന്നതും ഒരു പക്ഷേ UDFനെ തിരിച്ചറിയാൻ സാധ്യതയുണ്ടോ? അല്ല, ഞാൻ ഇതിൽ കാണുന്നത് സമുദായം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിച്ചതിൽ അവിടെ ആദ്യഘട്ടത്തിൽ ചില മുറിവുറുപ്പുകൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, എൽദോസ് കുന്നപ്പള്ളിയും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽക്കണമെന്ന് ആഗ്രഹിക്കുകയും അദ്ദേഹത്തിൻ്റെ ചില കേന്ദ്രങ്ങളിലൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കിട്ടുന്ന അറിവ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അത്തരത്തിലൊരു സാമുദായികമായ ഒരു പോളറൈസേഷൻ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അങ്ങനെ വരുമ്പോൾ മനോജ് മുത്തേടനും അത്തരത്തിൽ മറ്റൊരു ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണ പൂർണ്ണമായി കിട്ടണമല്ലോ. പക്ഷെ അവരെ പക്ഷേ മുസ്ലിം വോട്ട് വളരെ നിർണായകമായ അത് മുസ്ലിം വോട്ട് നിർണായകമാണെന്ന് അങ്ങനെ തന്നെ കൃത്യമായിട്ട് എംബ്ലോക്കായിട്ട് UDFന്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം വോട്ടുകളാണെന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഈ പറയുന്ന ചില സമവാക്യങ്ങൾ അവിടെ പ്രവർത്തിച്ചാലും തിരിച്ച് അതിനെ മറികടക്കാൻ വേണ്ടി ഈ ഇത്തരം വോട്ടുകൾ കഴിയും. പിന്നെ അവിടെ 2020 ഒരു പാത്തിക്കൻ മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഈ പാത്തിക്കൻ കോൺഗ്രസിൽ നിന്ന് പോയേക്കുന്ന ആളാണ്. ഈ പാത്തിക്കൻ ഫാമിലി എന്ന് പറയുന്നതും അതുകൂടാതെ തന്നെ പുള്ളിക്ക് സഭയുമായിട്ടും അടുത്ത ബന്ധങ്ങളുള്ള ഒരു കക്ഷി. പക്ഷേ അതിൽ വേറൊരു വിഷയം എന്ന് പറയുന്നത് 2020 ഇത്തവണ പെരുമ്പാവൂരിൽ എന്തെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം 2020 ഒരു സ്വഭാവം മാറിയിട്ടാണ്. അല്ലെ, 2020 ആയിരുന്നു മത്സരിക്കുന്നുണ്ട്. ഓക്കെ, അവര് BJPക്ക് ഒപ്പം ചേർന്ന് കൊണ്ടുള്ള ഒരു മുന്നണിയാണ് മത്സരിക്കുന്നത്. പിന്നെ FCRA ഒക്കെ ശരിക്കും ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ച സ്ഥലം കൂടി തന്നെയാണ് ഈ പെരുമ്പാവൂർ എന്ന് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുക. അവിടെ എന്തെങ്കിലും തരത്തിൽ പരാജയം ഉണ്ടായാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ഒറ്റൊരാളാണെന്ന് മാത്രം നമ്മൾ കാണണം. അത് മുൻ MLA ആയ എൽദോസ് കുന്നപ്പള്ളി. പക്ഷേ അങ്ങനെ നമ്മുടെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനമല്ല. ശരി, അതിലൊരു വിഷയം എന്നുള്ളത് എൽദോസ് കുന്നപ്പള്ളി ഇത്തവണ അവിടെ സജീവമായി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, എൽദോസ് കുന്നപ്പള്ളി അവസാന ഘട്ടം വരെ ആ സീറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിന്നു. അദ്ദേഹത്തിന് ചില നേതാക്കന്മാർ ആ സീറ്റ് തനിക്ക് തന്നെ കിട്ടും, അതിനുവേണ്ടി ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ച് നിർത്തി. അവിടെ വിഷയം ആദ്യം തന്നെ പുള്ളിയോട് വിളിച്ച് പറയണമായിരുന്നു, തന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നതിനാൽ ഇത്തവണ താൻ മാറി നിൽക്കണം എന്ന് പറഞ്ഞിരുന്ന പുള്ളിക്ക് ഇത്ര വിഷമം ഉണ്ടാവില്ല. പുള്ളി മാന്യമായിട്ട് മാറിക്കൊടുത്തന്നെ. പക്ഷെ അതല്ലാതെ ഇവര് നേരത്തെ തന്നെ അദ്ദേഹത്തിന് നിർത്തില്ല എന്നറിയാം. അതിനുവേണ്ടി കുറെ ആളുകളെ സ്ഥാനാർത്ഥി പട്ടികയിലൊക്കെ പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ കുന്നപ്പള്ളിയോട് പറഞ്ഞില്ല എന്നുള്ളത് ഒരു ചെറിയ തെറ്റാണ്. കാരണം കുന്നപ്പള്ളിക്ക് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാവണമായിരുന്നു. കാരണം അദ്ദേഹം ഒരു ലൈംഗിക ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ കേസുണ്ട്, കേസിൽ വിധി വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് കോൺഗ്രസിന് തിരിച്ചടിയാവുമോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം വരുന്ന സമയത്ത് എനിക്ക് 1.5 മാസം മുമ്പാണ് ഈ ഒരു തീരുമാനം ഇങ്ങനെ ഉണ്ടാവുന്നത്. ആ സമയത്ത് തന്നെ നമ്മളത് വാർത്തയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിക്കപ്പെടുകയും എൽദോസ് കുന്നപ്പള്ളിയെ DCC പ്രസിഡന്റ് ആക്കിയിട്ട് DCC പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഷിയാസിനെ അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നീക്കങ്ങൾ. ആ നീക്കങ്ങൾ അറിഞ്ഞ് അന്ന് തന്നെ നമ്മളത് വാർത്തയായിട്ട് പുറത്തേക്ക്. പക്ഷേ ഒരിക്കലും കുന്നപ്പള്ളി DCC അധ്യക്ഷനാവുമെന്ന് പ്രതീക്ഷിക്കണ്ട. കാരണം ഇദ്ദേഹം അവിടെ കൊച്ചിയിൽ ജയിക്കണമല്ലോ. മുഹമ്മദ് ഷിയാസ് അവിടെ കൊച്ചിയിൽ ജയിച്ചാൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കം നടക്കും. മനോജും ജയിക്കണം, ഷിയാസും ജയിക്കണം. പക്ഷേ കൊച്ചിയിൽ ഒരു കാരണവശാലും അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് സംഭവിക്കുക എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും കൊച്ചിയിൽ അദ്ദേഹം ഇപ്പോൾ വലിയ വിജയപ്രതീക്ഷ തുടരുന്നുണ്ട്. അദ്ദേഹത്തിന് 4-ാം തീയതി വരെ അദ്ദേഹം ആ വിജയപ്രതീക്ഷയായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ മുഹമ്മദ് ഷിയാസ് ജയിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം അദ്ദേഹത്തിന് ജയിച്ച് ഒരു MLA ഒക്കെ ആയി നന്നായിട്ട് പെർഫോം ചെയ്യാൻ. അതെ, ഒരുപക്ഷെ അദ്ദേഹം
മത്സരിക്കുന്നത് രാജീവുമായിട്ടാണ്. കളമശ്ശേരിയിലായിരുന്നെങ്കിൽ ഒരു ചിലപ്പോൾ കടന്നുകൂടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു നേതാവാണ്. ഈ രാജീവിന്റെ കാര്യം പറയാൻ, ഇനി കളമശ്ശേരിയിൽ കഴിഞ്ഞ തവണ ഒരു മികച്ച വിജയം രാജീവിനുണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവിടുത്തെ ഒരു ഇത്തവണത്തെ ഒരു രാഷ്ട്രീയ ചിത്രം വേറെയാണ് എന്നുള്ളതുകൊണ്ട് രാജീവ് ജില്ലാ കമ്മിറ്റി, CPM ജില്ലാ കമ്മിറ്റി പോലും രാജീവിന് അനുകൂലമായ ഒരു ട്രെൻഡ് അവിടെ ഉണ്ടായിട്ടില്ല എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് വീണ്ടും എറണാകുളത്ത് വലിയ രീതിയിൽ LDFന് മുന്നേറ്റം ഉണ്ടാകാൻ പറ്റുമെന്ന് CB എങ്ങനെയാണ് അതിനെ വിലയിരുത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടാണ് കളമശ്ശേരി. കളമശ്ശേരി സംബന്ധിച്ചെന്ന് വെച്ചിട്ട് ഈ P രാജീവ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം വ്യക്തിപരമായിട്ട് ആളുകളുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബന്ധമുണ്ട്. അത് പല കമ്മ്യൂണിറ്റികളിലും, അതിപ്പോൾ ബിസിനസ് കമ്മ്യൂണിറ്റി ആയിക്കൊള്ളട്ടെ, അതുകൂടാണ്ട് സാമുദായികമായിട്ടുള്ള കമ്മ്യൂണിറ്റികളായിക്കൊള്ളട്ടെ, കൾച്ചറൽ കമ്മ്യൂണിറ്റീസ് ആയിക്കൊള്ളട്ടെ, ഇവർക്കിടയിലെല്ലാം ഒരു ആക്സസിബിൾ ആയിട്ടുള്ള ഒരു മിനിസ്റ്റർ ആയിരുന്നു അല്ലെങ്കിൽ ഒരു MLA ആയിരുന്നു P രാജീവ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അവിടെ ഒരു വിന്നബിലിറ്റി ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം. അതുകൂടാതെ തന്നെ കളമശ്ശേരി സീറ്റ് ആഗ്രഹിച്ച മറ്റു പല മുസ്ലിം ലീഗ് നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ഇപ്പൊ മത്സരിക്കുന്ന അബ്ദുൾ ഗഫൂർ എന്ന് പറയുന്ന ആൾക്ക് മകൻ എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി പറയാനില്ല. കഴിഞ്ഞ തവണ അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു, വളരെ സജീവമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാൻ അതിൽ കാണുന്ന വേറെ സംഭവം, ഇബ്രാഹിം കുഞ്ഞിൻ്റെ മരണം യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൽ ഒരു ഐക്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമ്മളിൽ കാണണം. കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ മുസ്ലിം ലീഗുകാർ ഈ സ്ഥാനാർത്ഥിത്തിനെ ഏറ്റവും അതിശക്തമായി എതിർക്കുകയും ഇവർ സംഘം ചേർന്ന് പാണക്കാട് പോയി ബിരിയാണി കഴിച്ചു വരികയും സ്ഥാനാർത്ഥിയെ മാറ്റാതെ തുടരുകയൊക്കെ ചെയ്താണ് അവിടെ ഉണ്ടായ വിഷയം. ഇത്തവണ യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു വിയോജിപ്പ് ലീഗുകാർക്കിടയിൽ ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ കോൺഗ്രസിനിടയിൽ. ലീഗിനും കോൺഗ്രസിനും നല്ല ശക്തിയുള്ള മണ്ഡലം കൂടിയാണ് കളമശ്ശേരി, നമുക്കറിയാലോ. അതുകൊണ്ട് അവിടെ ഇത്തവണ മിക്കവാറും രാജീവിന് ചിലപ്പോൾ തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് എൻ്റെ നിഗമനമല്ല, അവിടെ പല പാർട്ടികളും CPM തന്നെ അത്തരത്തിലൊരു കാത്തിരിക്കാം, വേറെ വഴിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, വലിയ നഷ്ടം ഈ PD സതീശൻ പ്രകടിപ്പിക്കുന്ന അത്രയും വലിയൊരു VD സതീശൻ വിശ്വാസത്തിന് അതുകൊണ്ടല്ല നമ്മൾ അതിൽ കാണേണ്ട. VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജില്ലയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം കൂടുതൽ അവിടെ നേട്ടങ്ങൾ ഉണ്ടാവുമെന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ തിരിച്ചടി ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നുണ്ട്, എന്നോട് ഇന്നലെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഓട്ടോ ഡ്രൈവർ, അയാള് പറവൂർകാരനാണ്. അപ്പൊ ഞാൻ വണ്ടിയിലിരുന്ന് ചില പൊളിറ്റിക്സ് ഒക്കെ സംസാരിക്കുന്നുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു, സാറേ വിചാരിക്കുന്നതല്ല, പറവൂരിൽ ചിലപ്പോൾ അടിവലികൾ നടന്നിട്ടുണ്ടാവാം. ഞാൻ വെച്ചു എന്തെങ്കിലും തെളിവുണ്ടോ? അല്ല അങ്ങനെയല്ല, അങ്ങനെ പറയുന്നു ആൾക്കാർ. ഞാൻ അത് വെറുതെ പറയുന്നില്ല, എല്ലാ കാലത്തും അങ്ങനെ പറയാറുണ്ട്. സതീശൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും പറഞ്ഞത് സതീശൻ തോറ്റു എന്ന് പറയും, പക്ഷേ സതീശൻ ജയിച്ചു വരുന്ന കാഴ്ചയുണ്ട്. അപ്പോൾ സതീശന് ഇവിടെ എല്ലാം ജയിക്കുമെന്നേ പറയാൻ പറ്റുള്ളൂ. ഏതെങ്കിലും സ്ഥലത്ത് തോൽക്കുമെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതിപ്പോൾ കൊച്ചിയിൽ തോൽക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്നത് സതീശന്റെ ഏറ്റവും വിശ്വസ്തനായ DCC അധ്യക്ഷനാണ്. മുഹമ്മദ് ഷിയാസ് തോൽക്കുമെന്ന് ഒരിക്കലും DD സതീശന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ദീപക് ജോയ് തോൽക്കും എന്ന്, തൃപ്പൂണിത്തുറ ദീപക് ജോയ് തോൽക്കുമെന്ന് പറയാൻ പറ്റില്ല. കളമശ്ശേരിയിൽ അബ്ദുൽ ഗഫൂർ തോൽക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയാമോ? ഘടകകക്ഷിയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയെന്ന് പറയും. അതുകൊണ്ട് സേഫായിട്ട് മാത്രമേ VD സതീശന് പോകാൻ പറ്റുള്ളൂ. ഈ റിസൾട്ട് വരുന്നന്ന് വരെ VD സതീശന് ആ ആത്മവിശ്വാസമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് UDFന് അങ്ങനെ വലിയ തിരിച്ചടി കിട്ടാൻ, എറണാകുളത്ത് അങ്ങനെ തിരിച്ചടി കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്.